ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക്കീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റൊക്കെ വന്നാൽ അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് കേട്ടോ ഇത്. നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 200K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് വരെ ഞാനിടുന്ന എല്ലാ വീഡിയോസും മിനിമം 3 മിനിറ്റെങ്കിലും കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറുപഴമാണ് കേട്ടോ. ഈ ഒരു പഴം മുഴുവൻ ഞാനിതിലോട്ട് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 2 പഴം വെച്ചിട്ടും ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാനത് കുറച്ചധികം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇത്രയും പഴം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പഴം ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് 2 പഴം വെച്ചിട്ടും ഇതേ റെസിപ്പി ഇങ്ങനെ തന്നെ ഫോളോ ചെയ്തിട്ടും ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു പഴത്തിൻ്റെയൊക്കെ തൊലി കളഞ്ഞതിന് ശേഷം അതിലോട്ടൊരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ പഴുത്ത പഴക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര പഞ്ചസാരയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഒരു ഇച്ചിരി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 ഏലക്ക കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. പഴം അടിച്ചെടുക്കുന്ന സമയത്ത് ഇതിലോട്ട് വെള്ളമോ പാലോ ഒന്നും ചേർക്കരുത് കേട്ടോ. നമ്മൾ അത് പ്ലെയിൻ ആയിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു കപ്പ് അളവിൽ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു 2-3 പഴം വെച്ചൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് വെച്ചിട്ട് ഞാനൊരു 30-35ഓളം ഈ ഒരു ബോൾസ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ബോൾസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ അതിൽ എണ്ണം കുറയും. ഇനി ഞാൻ അതിലോട്ട് ചേർക്കുന്നത് 1.5 കപ്പ് അളവിൽ മൈദയാണ്. അപ്പോൾ മൈദ നമ്മൾ നോക്കിയിട്ട് ചേർക്കുക. നമ്മളിതിലോട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട, ഈ ഒരു വെള്ളം തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു ബാറ്റർ തിക്കാവുന്നത് വരെ നമ്മൾ മൈദ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ആദ്യം ഒരു കപ്പ് ചേർത്ത് കൊടുത്തു. അപ്പം നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു 1/2 കപ്പും കൂടെ ചേർത്ത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഇത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു ജ്യൂസ് തന്നെ മതി. എല്ലാം കൊണ്ട് നമുക്കിതൊന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ ഇത്. ഒട്ടും കട്ടിയൊന്നും ഇല്ലാണ്ട് ആർക്കും ഇഷ്ടപ്പെടുന്ന പഴമൊക്കെ ചിലപ്പം കുട്ടിക്ക് അങ്ങനെ കൊടുത്താൽ ആർക്കും വലിയ ഇഷ്ടം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഉറപ്പായിട്ടും ഇഷ്ടമാവും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. 2 പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടപ്പയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് അങ്ങനെ താഴോട്ട് വീണ് പോകാത്തൊരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ കൈ ഒന്ന് പൊക്കി നോക്കുമ്പോൾ ഒറ്റയടിക്ക് വീണ് പോകാത്തൊരു കൺസിസ്റ്റൻസി, അത്യാവശ്യം ഒരു തിക്കായിട്ടിരിക്കുന്ന ഒരു ബാറ്ററായിട്ടാണ് നമുക്കിത് വേണ്ടത്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ്, അതായത് അപ്പക്കാരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം ഒന്ന് നമ്മൾ ആ ഒരു എണ്ണ ചൂടാകുന്ന സമയം വരെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഒരുപാട് സമയമൊന്നും മാറ്റി വെക്കണ്ട. അപ്പോഴേക്കും നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ നമ്മൾ ഫ്ലെയിം കുറച്ചിടുക. നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ലോ ആക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ പതുക്കെ ഓരോ ബോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് എണ്ണയിലോട്ട് ഇട്ട് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്കും അതിൻ്റെ ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ടാവും. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 ഭാഗവും നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. then നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും എളുപ്പം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആരും മറക്കരുത്.